നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു സിനിമാ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ, ഇപ്പോൾ ഒരു ജനപ്രതിനിധി, ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും സുരേഷ് ഗോപിയാണ്. അദ്ദേഹം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അവിടെയൊക്കെ വിവാദമുണ്ടാക്കി അദ്ദേഹത്തെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ഒരു പറ്റം വിഭാഗക്കാർ ശ്രമിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നത് മുതലാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തോടോ വലതുപക്ഷത്തെ കോൺഗ്രസിനോടോ ഒക്കെ ചേർന്ന് നിൽക്കുന്നവർ യഥാർത്ഥത്തിൽ അത്തരക്കാർക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വരില്ല. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ BJP ആണെന്നോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോടോ ചേർന്ന് നിൽക്കുന്നവരെ ഒരു കാരണവും കൂടാതെ ആക്രമിക്കുകയും അവരെ കോമാളികളാക്കി ചിത്രീകരിക്കുകയും അവരെ ഏറ്റവും മോശക്കാരായി സമൂഹത്തിൽ പ്രസന്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇടതുപക്ഷം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊന്നും അത്ര കണ്ടങ്ങോട്ട് വിലപ്പോകില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ വിജയമടക്കമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപിയെ നിരന്തരമായി ആക്രമിച്ചിട്ടും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം അതിനുമപ്പുറം സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപ്രഭാവവും സുരേഷ് ഗോപിയുടെ പൊതുജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലും അദ്ദേഹത്തിൻ്റെ സഹായം ചെയ്യുന്ന മനസ്സുമൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ രാഷ്ട്രീയം പോലും പ്രശ്നമല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. മാത്രമല്ല BJPക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലും കേന്ദ്രത്തിലെ ഭരണവും കേരളത്തിലെ ആ ക്രമാനുഗതമായ വളർച്ചയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിജയത്തെ സ്വാധീനിക്കുകയും ചെയ്തു. അതിനൊപ്പം അദ്ദേഹത്തിന് നേടാനായ വ്യക്തിപരമായ വോട്ടുകൾ കൂടി ലഭിച്ചതോടെ കേരളത്തിലെ ജനങ്ങൾ കൂടി അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തുടങ്ങിയതോടുകൂടി വലിയ രീതിയിലുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് ലഭ്യമായി. ഏതാണ്ട് 3.25 ലക്ഷം വോട്ടിൻ്റെ മാർജിനിൽ അദ്ദേഹം ജയിച്ചു കയറി. ഇത്രയും കാലം അദ്ദേഹത്തിനെ വേട്ടയാടിയിരുന്നവർ വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടുകയാണ് പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തെ പല രീതിയിൽ ആദ്യഘട്ടം മുതൽ അദ്ദേഹം എന്ന് BJPക്കാരനായി അന്നു മുതൽ ട്രോളുകളിലൂടെയും അദ്ദേഹം പറയുന്ന വാക്കുകളിലൂടെയും മാധ്യമപ്രവർത്തകരുടെ ഒരു നീണ്ട നിര അദ്ദേഹത്തിൻ്റെ പിറകെ തന്നെയുണ്ട്. അത് ഓൺലൈൻ മാധ്യമങ്ങൾ ആ കൂട്ടത്തിൽ കുറവാണെന്ന് പറയാം. ഓൺലൈൻ മാധ്യമങ്ങളെക്കാളേറെ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ പുറകെ മൈക്കും വെച്ച് കെട്ടി നടക്കുന്നുണ്ട്. അതിന് കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പത്രപ്രവർത്തക യൂണിയൻ പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം, പത്രപ്രവർത്തക യൂണിയനൊക്കെ വലിയ രീതിയിൽ ദ്രോഹം ചെയ്തിട്ടുള്ള സംഘടനയാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരോട്. സുരേഷ് ഗോപിയോടക്കം സുരേഷ് ഗോപിയെ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരു സിനിമാ നടൻ എന്ന രീതിയിലും നല്ലൊരു മനുഷ്യസ്നേഹി എന്ന രീതിയിലുമൊക്കെ അദ്ദേഹത്തോട് വളരെ അടുത്ത ബന്ധമുണ്ട്. BJPയിൽ വരികയും പിന്നീട് കാണുകയും ചെയ്യുമ്പോൾ അദ്ദേഹം BJP ആയതുകൊണ്ട് മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂലികളോട് മിണ്ടരുതെന്നോ എന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിപ്പോയ നിരവധി അബദ്ധങ്ങളുണ്ട്. ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട ഉണ്ടായ ഒരു കേസ് നമുക്കറിയാം. ഒരുപക്ഷെ ആ കേസ് അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്തു. അതിനോടുകൂടിയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഉള്ളുകളികൾ പൊളിഞ്ഞു വീണത്. അത് സുരേഷ് ഗോപിക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അത്ര നീചമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് ആ കേസോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. ഏതായാലും സുരേഷ് ഗോപിയെ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിച്ച ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് അന്നേ വാർത്തകളിൽ ഇടം നേടിയിരുന്ന ആളാണ്. മുഹമ്മദ് റിയാസും മറ്റു ചിലരും ചേർന്ന് നടത്തിയ ഒരു പ്ലോട്ടിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അവർ നടത്തിയ ഒരു വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ഈ കേസ് വന്നതെന്ന് അന്നു മുതൽ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും BJPക്കാരുമൊക്കെ ആരോപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു. മുഹമ്മദ് റിയാസ് സംസ്ഥാന ടൂറിസം മന്ത്രിയും സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര ടൂറിസം മന്ത്രിയുമായി ഇപ്പോൾ സുരേഷ് ഗോപി കൂടി വരുമ്പോൾ ഇനി സുരേഷ് ഗോപിയുടെ കാല് പിടിച്ചു മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ മുഹമ്മദ് റിയാസിന് കഴിയുകയുള്ളൂ. കാലം കാത്തുവച്ച കാവ്യനീതിയാണ് അത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സുരേഷ് ഗോപിയെ അങ്ങേയറ്റം ഹീനമായ ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിച്ച മുഹമ്മദ് റിയാസിന് ഇനി സുരേഷ് ഗോപിയുടെ മുന്നിൽ പോയി ഓച്ഛാനിച്ച് നിൽക്കാതെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടോ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാലം കാത്തുവച്ച കാവ്യനീതിയായി കൂടി അത് മാറുകയാണ്. ഏതായാലും സുരേഷ് ഗോപിയെ ജയിച്ചിട്ടും വിടാതെ പിന്തുടരുകയാണ് മാധ്യമങ്ങൾ. സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ വിടാതെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പിറകെ കൂടിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് വിവാദങ്ങളാണ്. 5 വർഷം സുരേഷ് ഗോപിയെ തികപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ
സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാനുള്ള ശ്രമം അവർ പല രീതിയിലും നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വളരെ ശ്രദ്ധിച്ച് നീങ്ങേണ്ട കാലഘട്ടം കൂടിയാണിത്. സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് മാനായും മാരീചനായും ഒക്കെ ആൾക്കാർ എത്തിച്ചേർന്നേക്കാം. പക്ഷേ സുരേഷ് ഗോപി അത് മനസ്സിലാക്കി മുൻപോട്ട് പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സുരേഷ് ഗോപി അഭിമുഖീകരിക്കേണ്ടി വരും. ഏതായാലും മുഹമ്മദ് റിയാസ് ഇനി സുരേഷ് ഗോപിയുടെ കാല് പിടിച്ച് സുരേഷ് ഗോപിയുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിരിക്കും.